ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അവർക്ക് പിടിച്ചിലിരിക്കുന്നുണ്ട്, പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റുന്നില്ല. അപ്പം ഇന്ന് രാവിലെ എണീറ്റപ്പോഴേ ഭയങ്കരമായ എന്തോ ഒരു തലവേദന, ജലദോഷവും സംതിങ് അറിയാൻ വയ്യ. എന്തായാലും ചേട്ടൻ എന്താ ചെയ്യാൻ നോക്കാം. ചേട്ടൻ രാവിലെ തന്നെ എണീറ്റ് എന്നാ ഊറി ഊറി കുടിച്ചോണ്ടിരിക്കുന്നേ ഗ്രീൻ ടീ. ആ, ഉറക്കപ്പിച്ചുണ്ടല്ലേ നല്ല. എനിക്കറിയാം, ഞാൻ ചവിട്ടി എണീപ്പിച്ചിട്ടതാണ്. അപ്പൻ്റെ ഉറക്കം പോയി. ഇപ്പൊ അല്ലെങ്കിൽ ചവിട്ടുന്നതനുസരിച്ച് പിന്നെ ഇവള് ഉറക്കം പോകില്ലേ? മര്യാദക്ക് ഉറങ്ങുന്നയാൾ ഉറങ്ങാൻ വിട്ടാ പോരെ. ആണോണ്ടടി നിനക്ക് ഗ്രീൻ ടീ എല്ലാം കുടിച്ച് എന്താ ചെയ്യാൻ പോകുന്നെ? ഗൈസ്, ഇന്ന് ഹെൽത്തി ആയിട്ടുള്ള തുടക്കത്തിന് വേണ്ടിയിട്ടാണ് ഗ്രീൻ ടീ ചേർത്തത്. പക്ഷെ ഗ്രീൻ ടീന്റെ അളവ് കുറച്ച് കുറഞ്ഞു പോയി. അതുകൊണ്ട് ചൂടുവെള്ളം കുടിക്കുന്ന പോലെ തന്നെയുണ്ട്. നിനക്ക് സ്ഥിരം വാങ്ങിക്കാൻ കിട്ടിയിട്ടുള്ള സാധനം കിട്ടിയിട്ടില്ല, അതാവുന്നൊരു പ്രശ്നം. ഞാൻ സ്ഥിരം വാങ്ങിക്കുന്നൊരു ഗ്രീൻ ടീ ഇല്ല, ഞാൻ ബ്രാൻഡ് കിട്ടിയിട്ടില്ല. ഇതിപ്പോ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള പാലയാട് ഉണ്ടാക്കുന്ന ഏതൊരു ഗ്രീൻ ടീന്റെയാണ്. അറിഞ്ഞൂടാ. അവിടെ ഇങ്ങനെ തേയില ടൈപ്പ് ഇതായിരിക്കൂലല്ലേ? അപ്പൊ അവിടെ എങ്ങനെയാ തേയില ഉണ്ടാക്കുന്നത്? പാലയാട് ഇവിടെ എല്ലാം അങ്ങനെ സ്ഥലം ഉണ്ടാവും അറിയില്ല. പക്ഷെ എന്നാലും അവിടെ നിന്നാണ് കിട്ടിയത്. ഇത് പ്രോസസ് ചെയ്ത് വന്ന സാധനം പാലയാടുന്നത് നമ്മളെ കണ്ണൂരിൽ തന്നെ. കണ്ണൂരല്ല, തലശ്ശേരിന്റെ അടുത്ത് തന്നെ. എന്നാ പിന്നെ വേഗം ഗ്രീൻ ടീ കുടിച്ച് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യും. ആണോ? ഇന്ന് വേണമായിരുന്നു നമുക്ക് സ്കിപ്പ് ചെയ്യാം. നടക്കൂല. അപ്പൊ വേഗം കുടിച്ചിട്ട് വർക്കൗട്ട്. പല്ലേക്ക് ഞാൻ എണീറ്റല്ലേ ഉള്ളു ഇപ്പം. ഞാൻ വർക്കൗട്ട് ചെയ്തിട്ട് വരാം ഗൈസ്. ഞാൻ രാവിലെ തന്നെ ട്രോമയിലായിട്ടുള്ളത്. ഈ വർക്കൗട്ട് ചെയ്തിട്ട് ട്രോമയായി നിങ്ങൾ ചിന്തിക്കണ്ട. ഈ വർക്കൗട്ട് തുടങ്ങുന്നതിന് മുന്നേ ദേവുവിൻ്റെ ഒരു പരീക്ഷണമായിരുന്നു എൻ്റെ വെയിറ്റ് നോക്കുക എന്നുള്ളത്. ആദ്യം ഞാൻ മടിച്ചു നിന്ന്, എന്നിട്ടും രണ്ടും കൽപ്പിച്ച് നോക്കിയപ്പോഴാണ് എനിക്ക് യഥാർത്ഥ അവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അതുകൊണ്ട് കിട്ടിയൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് അത്രയും വലുത് തന്നെയാണ്. കാരണം ഇനിയുള്ള ജേണിയിൽ എങ്ങനെ എൻ്റെ ഡയറ്റ് പ്ലാന് എൻ്റെ ശരീരത്തിനനുസരിച്ച് ക്രമീകരിക്കണം എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇതാ വെയിങ് മെഷീൻ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ലൈവായിട്ട് എൻ്റെ വെയിറ്റ് എത്രയുണ്ടെന്നുള്ളത് നിങ്ങൾ എന്നെ കണ്ടറി, നിങ്ങൾ ശരിക്കും ഞെട്ടിപ്പോകും. ഈ കാണുന്നതാണ് എൻ്റെ യഥാർത്ഥ വെയിറ്റ് വരുന്നത്. കണ്ടില്ലേ? 95.70. 95 കിലോ. വിശ്വസിക്കാൻ പറ്റുമോ? 95.70 എന്നുള്ളത് കുറച്ചൊരു റീഡിങ്ങിൽ വ്യത്യാസമുണ്ട്. ഞാൻ കുഞ്ഞിരുന്നുകൊണ്ട് കിട്ടിയതാണ്. പക്ഷെ എന്നിരുന്നാലും 95 നിങ്ങൾ കൂട്ടിക്കോ. ഇവിടുന്ന് വേണം ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ള 75 എന്നുള്ള ഗോളിലേക്ക് ഞാൻ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വർക്കൗട്ട് കുറച്ചും കൂടി ഞാനത് ക്രമീകരിച്ചിട്ടാണ് പോയത്. പക്ഷെ എൻ്റെ പ്ലാൻ അനുസരിച്ച് ഡയറ്റിൽ എനിക്ക് പിടിക്കണമെന്നുണ്ട്. ഇന്നലെ കറക്റ്റ് ടൈമായിരുന്നു ഞാൻ മറ്റേ ഗ്രീൻ ടീയും ബാക്കിയുള്ള പീനട്ട് ബട്ടർ ഇങ്ങനത്തെ കേസെല്ലാം വാങ്ങിച്ചത്. കാരണം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതും ഫാറ്റ് തീരെ ഇല്ലാത്തതായിട്ടുള്ള, മീൻസ് കലോറി കുറഞ്ഞിട്ടുള്ളതായിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിച്ചിട്ട് വേണം എൻ്റെ ഡയറ്റ് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ. പ്ലസ് ഷുഗർ കട്ട്, കംപ്ലീറ്റ് ഷുഗർ കട്ട്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു ഡയറ്റ് ആയിരിക്കില്ല എൻ്റെത്. നിങ്ങൾ ചിലപ്പം പറയും ഇത് പറ്റില്ല, ഇത് വിട്ടേക്കെന്ന് പറയും. കാരണം ഞാൻ പട്ടിണി കിടന്നുകൊണ്ട് ഡയറ്റ് എടുത്തിട്ട് ഒരിക്കൽ വെയിറ്റ് കുറച്ചതാണ്. പക്ഷെ എനിക്കങ്ങനെ മേജറായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടായിട്ടില്ല. ചിലപ്പം നിങ്ങൾക്കും അങ്ങനെ ചിന്തിക്കാം, അങ്ങനെ ചെയ്തുകൂടെ എന്നുള്ളത്. പൃഥ്വിരാജിൽ ആ രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആട് ജീവിതത്തിൻ്റെ എല്ലാം ടൈമിന്. പക്ഷെ ഞാനും അതേ മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി ഇത് യൂസ് ചെയ്തിട്ട് പരീക്ഷിച്ചിട്ട് വിജയിച്ചിട്ടുള്ള ഒരു കേസാണ്. എനിവേ, എന്നാൽ കുളിച്ച് സെറ്റായി വന്നിട്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിന്റെ റൊട്ടീൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ പുളിയെല്ലാം പാസ്സാക്കിയിട്ട് നേരെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ടൈമായി. ബ്രേക്ക്ഫാസ്റ്റിന് ഞാനിത് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ചപ്പാത്തിയും എഗ് വൈറ്റുമാണ്. ഞാൻ ഇന്നലെ വരെ നിങ്ങളോട് പറഞ്ഞത് എഗ്ഗിന്റെ മഞ്ഞ കഴിക്കണം എന്നാണ്. പക്ഷെ എനിക്ക് ഓൾറെഡി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട്. അതായത് നമ്മളിതാ പീനട്ട് ബട്ടർ ക്രഞ്ചി എന്ന് പറഞ്ഞിട്ടുള്ള മൈ ഫിറ്റ്നസിൻ്റെത് ഒറിജിനൽ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതുള്ളത് കൊണ്ട് അതിൽ അത്യാവശ്യം ഒരു 68 ഗ്രാമോളം പ്രോട്ടീൻ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ദേവുവിന്റെ മുട്ടയാണ് ഒരെണ്ണം ഇതിൽ കിടക്കുന്നത്. തൽക്കാലം ദേവുവിന് ആ 2 മഞ്ഞക്കരു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തിന്നിട്ട് ആശ്വസിച്ചോളൂ. അല്ല ദേവു, ഇതാ മുഖം കണ്ടില്ലേ? എനിക്ക് മഞ്ഞക്കരു ഇഷ്ടം. ഇതാ മുഖം കണ്ട, മഞ്ഞക്കരു അല്ലേ നിനക്ക് ഇഷ്ടം അല്ലേ? പാവത്തിന് പിന്നെ ഏതെങ്കിലും ഒരു ദിവസം ഞാനിത് വാങ്ങിച്ചു കൊടുത്തോളാം. തൽക്കാലം എൻ്റെ ഐറ്റംസ് ആണ് ഞാനിപ്പോൾ ഇത് കഴിക്കാൻ പോകുന്നത്. കഴിക്കുന്നതിന് മുന്നേ നമുക്ക് പീനട്ട് ബട്ടർ തൽക്കാലം നമുക്കിതാ ഇത്ര വെച്ചിട്ട് നമ്മളെ ചപ്പാത്തിയിലേക്ക് തേച്ച് പിടിപ്പിക്കാം. ഇത് കുറച്ച് കൂടിപ്പോയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. തൽക്കാലം ഇതിൽ നിന്ന് കുറച്ചും കൂടി അങ്ങോട്ട് എടുത്ത് മാറ്റിയിട്ട് ഇതിലേക്കും കൂടി കൊടുക്കാം. അപ്പൊ ആവശ്യത്തിന് ആയിക്കോട്ടെ. ഇതിപ്പോ അത്യാവശ്യം ക്രഞ്ചി ആയിട്ടുള്ള സംഭവമാണ്. നിങ്ങൾ ആലോചിക്കണം,
പണ്ട് ചപ്പാത്തിയും മുട്ടക്കറിയും പുട്ടും ചിക്കനും എല്ലാം കഴിച്ചിരിക്കുന്ന ഞാൻ ഇതിലേക്ക് മാറി. മാറ്റം എന്തായാലും നല്ലതിന് വേണ്ടിയിട്ടാണ്. അപ്പം പിന്നെ എന്തായാലും നമ്മൾ മെനക്കെട്ടല്ലേ പറ്റും, അല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഇല്ല. പിന്നെ ഒരു കാര്യം എല്ലാവരും ആലോചിക്കണ്ടേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇപ്പം ഇങ്ങനെ ആയിപ്പോയി. അതായത് ഓൾറെഡി എൻ്റെ വെയിറ്റും കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ എന്ന് വെച്ചിട്ട് അത് ഓർത്തിട്ട് ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താന്നുള്ളത് ചിന്തിച്ചിട്ട് വേണം നമ്മൾ പ്രവർത്തിക്കാൻ. അപ്പം എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ തന്നെ എക്സസൈസിന്റെ ഇന്റൻസിറ്റി ഞാൻ കൂട്ടി. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൽ ഞാൻ ഇപ്പം യൂസ് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതലായിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം എനിക്കൊരു ഹോപ്പ് ഉണ്ട്. അതൊരു 6 മാസം കൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് ഞാൻ പറഞ്ഞ ആ ഒരു ഗോളിലേക്ക് എത്താൻ പറ്റുന്നുള്ളത്. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ദേവുവിന്റെ ഒരു ഫിറ്റ്നസ് ചെക്കും കൂടി നമ്മൾ ചെക്ക് ചെയ്യുന്നതായിരിക്കും. ഇവക്ക് ഇതിന്റെ ആവശ്യം ഇല്ല എന്ന് പറയുന്നുണ്ട്, പക്ഷെ ഇവള് അണ്ടർ വെയിറ്റ് ആണോ അല്ലെങ്കിൽ വെയിറ്റ് കുറച്ച് കൂടുതലാണോ, ഈ കാര്യങ്ങളിൽ നമുക്ക് ചെക്ക് ചെയ്യാനുണ്ട്. ഞാൻ മാത്രം അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ, നിനക്കും വേണ്ടേ ഒരു ചെക്ക്. ഇവളെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരിക്കലും തടിക്കാത്ത കുറച്ച് ടീംസ് ഉണ്ട് അല്ലേ. അതായത് എത്ര തിന്നാലും തടിക്കൂല. നമ്മൾ വിചാരിക്കും അതാ നല്ലതെന്ന്, പക്ഷെ അത് ചില ആൾക്കാർക്ക് ഹെൽത്തിന് അത് നല്ലതായിട്ട് ബെനിഫിറ്റ് ചെയ്യണം എന്നില്ല. കാരണം നമ്മളെ വിഘ്നേഷിന്റെ കേസ് തന്നെ പറയുന്നതാണെങ്കിൽ അവൻ ഇത്ര മെയിൻ ഇരിക്കുന്നത്, ഞാൻ ഇത്രയും തടിച്ചിരിക്കുന്നത്. നമ്മൾ രണ്ടാളും ടെസ്റ്റ് ചെയ്യാൻ പോയിട്ടും അവന് കൊളസ്ട്രോളിന്റെ ഒരു അളവ് കൂടുതലാണ്, എനിക്കതിനെക്കാട്ടും കുറവാണ്. അപ്പൊ ആ ഒരു മാറ്റം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ബോഡി, ഇറ്റ്സ് ഓൾ അബൌട്ട് വാട്ട് യു ആർ ഈറ്റിംഗ്. എനിക്ക് സത്യത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭക്ഷണം കഴിച്ചത് കൊണ്ടാണ് ഇത്രയും ഇഷ്യൂ വരാനുള്ള ചാൻസ് കൂടുതലായത്. ഞാൻ നിർത്താണ്ട് ഈ എന്താ പറയാ ഫാസ്റ്റ് ഫുഡ് കാര്യങ്ങൾ ഇതെല്ലാം കണ്ടിന്യൂസ് കഴിച്ചത് കൊണ്ടാണ് എനിക്ക് ഈ മാറ്റം ഉണ്ടായത്. ചില ആൾക്കാർ പറയും മന്തി, ചിക്കൻ മന്തി ഇതെല്ലാം കഴിക്കുമ്പം എന്താ കുഴപ്പമില്ലല്ലോ, അതിന്റെ പേര് സാലഡ് കിട്ടുന്നില്ല. ഈ സാലഡ് കിട്ടുന്നുണ്ടല്ല, ചോറ് എന്ന് പറയുന്ന കാർബോഹൈഡ്രേറ്റും മൈനസ് എന്ന് പറയുന്ന അത്രയും കൊളസ്ട്രോൾ ഉണ്ടാക്കുന്ന സാധനം ഉണ്ടായിട്ട് കൂടിയും നമ്മൾ വിചാരിക്കും സാലഡ് കഴിച്ചത് പോകുന്നു. ഒരിക്കലും അങ്ങനെ പോവില്ല. ഇത്രയും ജങ്ക് ഫുഡ് കഴിക്കുന്നത് താൽക്കാലികമായിട്ട് ഒഴിവാക്കുക, അതേ ഉള്ളൂ മാർഗം. ഞാൻ നിങ്ങൾക്ക് പിന്നെ ഇത് ലൈവായിട്ട് എൻ്റെ ഇത് കാണിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിൽ ചിലർ എന്തായാലും ഉണ്ടാവും ഇങ്ങനെ കുറച്ച് തടിച്ചിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ചിലപ്പം തീരെ മെലിഞ്ഞിട്ടുള്ള ആൾക്കാരോ എല്ലാം ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ കാരണമാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നത്. അപ്പോൾ അത് എങ്ങനെ മാറ്റിയെടുക്കാന്നുള്ളത് നിങ്ങൾക്കും കൂടി ഒന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടും, ചില ആൾക്കാർക്ക് ഇത് മോട്ടിവേഷൻ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യട്ടെ എന്ന് വിചാരിച്ച് കൂടിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പട്ടിണി കിടന്നുകൊണ്ടുള്ള ഒരു ഡയറ്റും കൂടി ഞാൻ ഇതിന്റെ പരം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഞാൻ മുന്നേ ഇത് പരീക്ഷിച്ചത് 2024 എനിക്ക് ഇങ്ങനെ ഒരു ഓവർ വെയിറ്റിന്റെ ഒരു ഇത് ഉണ്ടായത്. അതിനുശേഷം പിന്നെ ഞാനത് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് റിസൾട്ടും ഉണ്ടായിട്ടുണ്ട്, അതും പട്ടിണി കിടന്നുകൊണ്ട്. പട്ടിണി വെച്ചാൽ എക്സ്ട്രീം ആയിരിക്കും ചില സമയത്ത്, അത് ഞാൻ പറഞ്ഞു തരാം. പക്ഷെ അത് എല്ലാവരും പരീക്ഷണം എന്ന് ഞാൻ പറയൂല. എൻ്റെ വിജയം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ സ്കിപ്പ് അടിച്ചേക്കുക. വേറെ ഒന്നും നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത്. നിങ്ങളുടെ ശരീരത്തിന് എന്താണ് ആപ്റ്റ് ആയിട്ടുള്ളത് അത് മാത്രമേ നിങ്ങൾ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. അല്ലേ ദേവു? ആ നമുക്ക് സുഖം. നിനക്കെന്നാ ചപ്പാത്തിക്ക് കുറുമക്കറി. ഇപ്പൊ അതെല്ലാം കാണുമ്പോൾ നമുക്ക് ഉദിയെല്ലാം വരും. പിന്നെ ഒന്നാമത് ഓണം കൂടിയാണ് വരുന്നത്. ഓണം കൂടി വരുമ്പം അറിയാലോ സദ്യയും കാര്യങ്ങളും വരുന്നുണ്ട്. ഇപ്പൊ ഞാനൊന്നും പറയുന്നില്ല. തൽക്കാലം ഞാൻ ഇതെല്ലാം റോൾ ചെയ്തിട്ട് എല്ലാം കഴിച്ച് സെറ്റായിട്ട് വരാം. ഉച്ച വരെയുള്ള ടൈമാണ് ക്രൂഷ്യൽ ആയിട്ടുള്ള ടൈം. കാരണം എന്താണെന്ന് വെച്ചാല് നമ്മളിപ്പം പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു സംഭവം കഴിച്ച് ചിലപ്പോൾ ഇതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ഒരു 11:30 വരെ നമുക്കത് ഉണ്ടാവും. അതിന് ശേഷമുള്ള ടൈം എന്ന് പറയുന്നത് നമുക്ക് കുറച്ചും കൂടി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. 11:30 തൊട്ട് 1 മണി കഴിഞ്ഞ് 2 മണി 3, 4 അതും കഴിഞ്ഞ് വീട്ടിലെത്തുന്ന വരെ ആ ഒരു ഗ്രീൻ ടീ കുടിക്കുന്ന ടൈം വരെ പട്ടിണിയാണ്. അത് നിങ്ങൾ ആലോചിക്കണം. അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റണം എന്നില്ല. ചിലപ്പോൾ നല്ല തലവേദന എനിക്ക് ഇന്ന് അനുഭവിച്ചേക്കാം, കാരണം കുറെ കാലമായിട്ട് ചെയ്യാത്തതല്ലേ, അപ്പം വരെ അനുഭവിച്ചേക്കാം. പക്ഷെ എന്നാലും ഞാൻ അത് വിൽ പവറോടുകൂടി തന്നെ ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. കാരണം നമ്മുടെ ഇതിന് മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ മൈൻഡ് സെറ്റ് ആണ്. നമ്മുടെ മൈൻഡ് സെറ്റ് ഇല്ലാണ്ട് ഒരു കാര്യങ്ങളും ചെയ്തിട്ടും ഒന്നും ഇവിടെ എത്താൻ പോകുന്നില്ല. ഞാൻ പണ്ട് തന്നെ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. പണ്ട് സൈക്കിൾ ഇതെല്ലാം ചവിട്ടാൻ പോകുമ്പോൾ ചില ഉയരങ്ങളിലുള്ള സ്ഥലം വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ടഫസ്റ്റ് ആയിട്ട് ചവിട്ടാൻ പറ്റാത്തൊരവസ്ഥ വരും. ആ സമയത്ത് ഞാൻ ചെയ്യുന്ന മെയിൻ പരിപാടി എന്ന് പറയുന്നത് നോട്ട് ടുഡേ മൈ മേറ്റ് എന്ന് പറഞ്ഞ ക്യാപ്റ്റൻ അമേരിക്കന്റെ ഒരു ഡയലോഗ് ഉണ്ട്. അത് മനസ്സിലിങ്ങനെ ആലോചിച്ചിട്ട് ഒരേ ഒരൊറ്റ ചവിട്ടലാണ്. അങ്ങനെ തന്നെയല്ലേ ശരിക്കും വേണ്ടത്. പക്ഷെ ഇന്നെന്തായാലും കഴിക്കുന്നില്ലേ, ഇന്ന് അങ്ങനെ തന്നെ പോട്ടെ. നാളെ മുതൽ ഒരു ആപ്പിൾ എങ്ങാനും കഴിക്കാം. അത് ജെനി പറഞ്ഞൊരു ട്രിക്കാണ്. അത് പറ്റുമോ ഇല്ലെന്നുള്ള എനിക്കറിയില്ല. എന്നാലും പട്ടിണി കിടന്ന് ആരും വണ്ണം കുറയ്ക്കാറില്ല. അത് പിന്നീട് ഞാൻ കുറച്ചിട്ടുണ്ട്. ഇല്ല, ആക്ച്വലി ഇല്ല. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ സാധനം വയറ്റി പോകണം, ഇല്ലെങ്കിൽ നമുക്ക് ദഹന പ്രക്രിയ സീനാവും. പിന്നീട് ഇപ്പൊ അറിയില്ല, കുറച്ച് കഴിയുമ്പോൾ അറിയും.
എന്നാലും നോക്കാം ഗൈസ്. ഇനിയിപ്പോൾ എന്തായാലും ഉച്ചക്കൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇപ്പൊ ഏകദേശം ഉച്ച സമയമാവാനായിട്ടുണ്ട്. എനിക്കാണെങ്കിൽ വിശപ്പിന്റെ ചെറിയ വെളിയും വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയാ, ഒരുമാതിരി ഛർദ്ദിക്കാനോ അല്ലെങ്കിൽ തലവേദന എടുക്കുന്ന ഒരു രീതിയിലേക്ക് വരുന്നുണ്ട്. എന്തെങ്കിലും ഇങ്ങനെ കഴിക്കണം തോന്നും. ഇടയ്ക്ക് ഒരു റീലെല്ലാം കാണാൻ ഇരിക്കുന്ന സമയത്ത് ഫുഡിന്റെ മാത്രം റീലേ വരുന്നുള്ളൂ. എന്ത് തേങ്ങയാണ്, ഗതികേട് തന്നെ, ഒന്നും പറയാനില്ല. എങ്ങനെയാണെങ്കിലും ഞാനിത് പിടിച്ചു വെക്കും, അത് തന്നെ ആലോചിക്കുന്നത്. എന്തായാലും കള്ളപ്പണി എടുത്തിട്ട് ഞാൻ തിന്നാനൊന്നും തോന്നില്ല. മാക്സിമം ഞാൻ ട്രൈ ചെയ്തിട്ട് എവിടെ വരെ എത്തുന്നുള്ളത് നമുക്ക് നോക്കണമല്ലോ. ആ ഒരു 6 month എന്നുള്ള ഒരു അച്ചീവ്മെന്റ് എന്തായാലും ഞാൻ നേടിയിരിക്കും. അതിന് തന്നെ വർക്ക് ചെയ്യാം. പിന്നെ നേരെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഈവനിങ് വീട്ടിൽ പോയിട്ട് കാണാം. അയ്യോ എനിക്ക് വയ്യേ, അയ്യോ ദേവേ, ദേവേ. നല്ല രസമുണ്ടല്ലോ കാണാൻ. ഇത് പുതിയ സാധനം തോന്നുന്നല്ലോ അല്ലേ? പക്ഷെ നല്ല രസമുണ്ട്. നമ്മൾ രണ്ടാളും മാച്ചിങ് അല്ലേ? മാച്ചിങ് കപ്പിൾസ്. നല്ല രസമുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. വെരി ഗുഡ്. എവിടുന്ന് വാങ്ങിച്ചതാ അറിയില്ല, അമ്മ ഗിഫ്റ്റ് കിട്ടിയതല്ലേ? പിന്നെ ഇന്നെന്താ തിന്നത് നീ ഉച്ചക്ക്? ഞാൻ ചോറ്, മത്തി പൊരിച്ചത്, പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്നോട് പറയരുത്. പൊരിച്ചത് ചോദിച്ചില്ല. ചോറ് തിന്നു പറഞ്ഞാൽ ചോറ് തിന്നു മാത്രം പറയാം. കറികൾ, സൈഡ് ഐറ്റംസ്, പൊരിച്ചത് കഴിച്ചത് ഇങ്ങനത്തെ ഒന്നും എന്നോട് പറയാൻ പാടില്ല. രാത്രിത്തേക്ക് മത്തി പൊരിച്ചത്. ഇപ്പൊ ആർക്ക്? നമുക്ക് നമ്മക്കാ? നമുക്ക് നീ കഴിക്കുന്നില്ല, പിന്നെ നിനക്ക് എന്റെ ആവശ്യമില്ല. എനിക്ക് വിശക്കുന്നു. എനിക്ക് ഭയങ്കര ഇവിടെ നല്ല ഇങ്ങനെ ഒരു വേദന. വകയും കഴിക്കാത്തോണ്ട് പട്ടിണി കിടക്ക്. എന്താണ് ദേവ്? സീക്രട്ട് ഓഫ് യുവർ എനർജി. പട്ടിണിയെല്ലാം കടന്നിട്ട് പിന്നെ ഒരു വരവ് വരാനുണ്ട്, മന്തിയെല്ലാം കഴിക്കാൻ വേണ്ടിട്ട്. എനിക്ക് തീരെ കഴിയുന്നില്ല കേട്ടോ. ഭയങ്കര എനർജി ഭയങ്കരമായിട്ട് ലോസ് ആയി പോകുന്നുണ്ട്. ഇപ്പൊ വന്നിട്ട് ഇപ്പൊ റൊട്ടി ഉണ്ടല്ലോ, റൊട്ടി നിങ്ങൾ പറയാറ് കാർബോഹൈഡ്രേറ്റ് അത് എനിക്ക് എന്തായാലും അത് തിന്നേ പറ്റും. കാരണം ഓൾറെഡി നമ്മൾ വാങ്ങിച്ചു പോയതാണ് ഇതാക്കുന്നത്. ചാകാൻ വേണ്ടിയിട്ടൊന്നും അല്ല, നമ്മൾ അത്യാവശ്യം ഒന്ന് ബോഡി ഇതാക്കാൻ വേണ്ടിയിട്ട്. എനിക്കിപ്പോ എന്റെ ബോഡിക്ക് കണക്കായിട്ടുള്ള ഇതല്ലേ ചെയ്യാൻ പറ്റൂ. ഇപ്പൊ ഫസ്റ്റ് ഡേ എന്തായാലും ഇങ്ങനെ ഒരു ക്ഷീണവും കാര്യങ്ങളും എന്തായാലും നമുക്ക് ഉണ്ടാവും, സ്വാഭാവികമാണ്. നാളത്തേക്ക് ഇനി എന്താ പറ്റുക എന്നുള്ളത് അറിഞ്ഞൂടാ. നാളെ കാരണം ഒരുപാട് ഓട്ടവും കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾ തന്നെ പറ, നമ്മൾ മറ്റേ ചോറ് കഴിക്കണോ വേണ്ടയോ എന്നുള്ളത്. ചിലപ്പോ ഞാൻ കഴിച്ചു പോകുക, ചിലപ്പോ എനിക്ക് വിശന്ന് അങ്ങ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിച്ചു പോകും. കാരണം അല്ലാണ്ട് പിടിച്ചേക്കാൻ പറ്റൂല. കുറച്ച് ടഫാണ് ഇത്, പണ്ടത്തെ പോലെയല്ല, മൊത്തം മാറിയും തോന്നുന്നു. അയ്യോ ഇനിയിപ്പോ എന്തായാലും ഞാൻ ഡ്രസ്സെല്ലാം മാറ്റിയിട്ടൊന്ന് റെഡി ആയിട്ട് വരാം. ദേവും അമ്മയും കൂടി അമ്പലത്തിൽ പോയി കേട്ടാ. അതുകൊണ്ട് എനിക്കിന്ന് ഗ്രീൻ ടീ പ്രിപ്പയർ ചെയ്ത് തന്നത് എന്റെ സ്വന്തം ഡാഡിയാണ് ഗൈസ്. അതുകൂടാതെ 2 റൊട്ടിയും തന്നിട്ടുണ്ട്. ഇതും കൂടി കഴിക്കട്ടെ. കാരണം രാവിലെ കഴിച്ചതാ, പിന്നെ ഒരു തുള്ളി സംഭവം പോലും ഞാൻ കഴിച്ചിട്ടില്ല. വെള്ളം കുടിച്ചു. വെള്ളം അത്യാവശ്യം കുടിക്കുന്നുണ്ട്. വെള്ളം എന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി ഓഫീസിലും വെള്ളം ഉള്ളതുകൊണ്ട് അതും കുടിക്കും. ബ്രെഡ് കുറച്ച് ടോസ്റ്റ് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും തോന്നുന്നു, എന്താ വെച്ചാ അത് രാത്രിയത്തെ ടോസ്റ്റ്. പിന്നെ ഗ്രീൻ ടീയും ബ്രെഡും നല്ല കോമ്പിനേഷൻ ആണ്. പിന്നെ ഇപ്പൊ അച്ഛനോട് പറഞ്ഞിട്ട് ഞാൻ ഒരു പഴം കൂടി പുഴുങ്ങി വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പഴം പുഴുങ്ങിയിട്ട് കഴിക്കുന്ന കുറച്ചും കൂടി നല്ലതാണെന്ന് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ ഷുഗർ കട്ടുള്ള ആൾക്കാര് ദയവേത് പഴമൊന്നും അങ്ങനെ കഴിച്ചുകൂടല്ലേ. ഞാൻ പിന്നെ ഒരു മെയിൻ്റനൻസിന് വേണ്ടി കഴിക്കുന്നതാണ്. കാരണം എന്തെങ്കിലും മാറ്റില്ലെങ്കിൽ പണി വേണം. ഈ ബ്രെഡ് തന്നെയാണ് രാത്രി മറ്റേ പീനട്ട് ബട്ടർ പുരട്ടിയിട്ട് വീണ്ടും കഴിക്കേണ്ടത്. ഇപ്പോൾ താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടിയിട്ട് അങ്ങ് കഴിക്കുക തന്നെ. എന്റെ ഈ ഡയറ്റ് പ്ലാൻ നല്ലതല്ലേ അച്ഛാ? ഓ വളരെ നല്ലതാ. എന്താ പറയാൻ കാരണം? അതായത് ബ്രേക്ക്ഫാസ്റ്റ് ശരിക്കും കഴിക്കണം, ഹെവി ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ വിശക്കുമ്പം കഴിച്ചാൽ മതി. തന്നെയാണ് രാവിലെ വിശക്കുമ്പോ ധാരാളം കഴിക്കും, ധാരാളം വെള്ളം കുടിക്കുക. പിന്നെ ഒന്നും കഴിക്കാണ്ടിരിക്കരുത്, ആവശ്യത്തിന് വാരി വലിച്ച് കഴിക്കരുത്. അല്ല, ഇപ്പൊ ഓരോരുത്തർക്കും ഓരോരോ ടൈപ്പ് ബോഡി അല്ലേ. ഇപ്പൊ ഞാൻ അന്ന് കഴിഞ്ഞ 2024 അച്ഛന് ഓർമ്മയില്ല, സൈക്കിൾ വാങ്ങിച്ച് സൈക്കിൾ ചവിട്ടി അതിന്റെ അപ്പുറം ഇതേപോലെ തന്നെയുള്ള ഡയറ്റ് ഞാനൊന്നും എടുത്തത്. എന്നിട്ടാണ് ഞാൻ കുറഞ്ഞത്. പക്ഷെ വേറെ അതിലുള്ള ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഉച്ചക്ക് ചോറ് ഒഴിവാക്കിയിട്ട് ഞാൻ ഇതാക്കിയിട്ട് ഡെയിലി വന്നിട്ട് ഞാൻ ഈ വെയിറ്റ് അളക്കും. അപ്പോൾ എനിക്ക് കുറയുന്നതായിട്ട് തോന്നില്ല. പിന്നെ ഏതോ ഒരു ടൈമിൽ ഞാൻ ചോറ് ആഡ് ചെയ്ത സമയത്ത് കുറഞ്ഞ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഫാസ്റ്റ് ഫുഡ് ഞാൻ അന്നേരം കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിന്. ഓവറായിട്ടുള്ള ഫാസ്റ്റ് ഫുഡോ കാര്യങ്ങളോ ഒന്നും ഞാൻ കഴിക്കാറില്ല. അല്ല, ഉച്ചക്ക് കുറച്ച് ചോറ് കഴിക്കാം, 1 കപ്പ് ചോറെല്ലാം കഴിക്കാം, അതിൽ പ്രശ്നമൊന്നുമില്ല.
ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഒരുപാട് അൽഫാമും ഗിൽഫാമും എല്ലാം ഇങ്ങനെ വാരി കഴിച്ച് മയോണൈസും കൂട്ടി അടിച്ച് അങ്ങനെയാണ് എനിക്ക് പറ്റിയത്. പോരാത്തതിന് ഇപ്പം ചോറ് രാത്രി കഴിക്കുന്നത് കൂട്ടിയിട്ടുണ്ട്. അതും കൂടി ഒരു പണി പാളിയോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അതാണ് മെയിൻ പ്രശ്നം. രാത്രി മാക്സിമം നിങ്ങൾ ചോറ് കഴിക്കുന്നത് ഒഴിവാക്കുക. ഞാൻ ഇത് ഒഴിവാക്കിയ സംഭവമാണ്. ദേവു ഇവരെല്ലാം വന്ന് പിന്നെ അച്ഛനും അമ്മയും ഇവരെല്ലാം പറയുന്നതുകൊണ്ട് ഞാൻ കഴിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ അങ്ങനത്തെ ഒരു സംഭവമേ കഴിക്കില്ല. ഞാൻ സാധാരണ ചിക്കനെ കഴിക്കില്ല. ചിക്കൻ കഴിച്ചാൽ ഇവർ പറയും അത് പറ്റൂല, അത് മോശമാണ്, മറ്റേതാണ്. ചിക്കൻ സത്യം പറഞ്ഞ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡാണ്. അതും അൽഫാം ഞാൻ കഴിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൽഫാം ചുട്ടെടുക്കുന്നതാ, പൊരിച്ചെടുക്കുന്നതല്ലോ. കരിഞ്ഞ മാംസം കഴിക്കുന്നത് വളരെ മോശം. മയണൈസ് എന്ന് പറയുന്നത് ഏറ്റവും മോശമായ സാധനമാണ്. മയണൈസിനെക്കാട്ടും നല്ല സാധനം എന്ന് പറയുന്നത് ഗാർലിക് മയമാണ്. വെളുത്തുള്ളി വെച്ച് ഉണ്ടാക്കുന്ന സാധനമുണ്ട്. മയണൈസിൽ നോർമലി ഉള്ളതിനെക്കാട്ടും കൂടുതൽ മുട്ട യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടുള്ള പ്രശ്നമാണ്. പക്ഷേ എന്നാൽ പഴം പുഴുങ്ങിയെന്നുള്ളത് നോക്കിയിട്ട് വരാം. ഞാൻ അപ്പോഴത്തേക്ക് ഗ്രീൻ ടീ എല്ലാം കുടിച്ച് എനിക്ക് ചെറിയ വർക്കും കൂടിയുണ്ട്. അതെല്ലാം ചെയ്ത് തീർക്കട്ടെ ഗൈസ്. എനിക്ക് തീരെ വയ്യാട്ടോ. ഞങ്ങൾ വിചാരിക്കുന്നുണ്ട് ആകെ ഒരു നേരം കഴിക്കാത്തപ്പോൾ എങ്ങനെയായപ്പോ എങ്ങനെയാണല്ലേ. പക്ഷെ എപ്പോഴും ഡെയിലി ഹാബിച്വലി കഴിക്കുന്ന ഒരാൾ കഴിക്കാണ്ടിരിക്കുമ്പം അത് സഹിക്കാൻ പറ്റൂല. കുറച്ച് പണി തന്നെയാണ്. എനിക്കാണെങ്കിൽ ഈ തലവേദന ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്നില്ല. എപ്പോഴും ഇങ്ങനെ കിടക്കേണ്ട ഫീലായി. ഇപ്പൊ ഈ ജോലിയും വർക്കും ബാക്കിയുള്ള പിന്നെ നമ്മൾ ഈ വ്ളോഗും കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ടല്ലോ, ചില വീഡിയോസും ചെയ്യാനും ഉണ്ട്. അപ്പൊ ഇതെല്ലാം എൻ്റെ മുടങ്ങിപ്പോവും. കാരണം ഈ ഇതൊന്നും എടുക്കുന്നത് കൂടിയല്ല, എഡിറ്റിങ്ങും കാര്യങ്ങളായിട്ട് വേറൊരു കുറേ ടൈം എനിക്ക് ഇതിൽ സ്പെൻഡ് ചെയ്യണം. അപ്പൊ എനിക്ക് തലവേദന ഇതെന്ന് വെച്ചാൽ എനിക്ക് ചെയ്യാനേ പറ്റില്ല. ഐ തിങ്ക് ഐ മൈറ്റ് നീഡ് ടു ക്വിറ്റ് ദിസ് ഡേ. ഒരു ദിവസം മാത്രം ഒന്ന് ചെയ്തിട്ട് എനിക്ക് ക്വിറ്റ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. 6 മാസത്തേക്ക് നടക്കും തോന്നുന്നില്ല. ഞാൻ ആലോചിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്ട്രാറ്റജി ഞാൻ ഒന്നും കൂടി ഒന്ന് മാറ്റി ട്രൈ ചെയ്യണം. അതായത് ഷുഗർ കട്ട് ഒന്നും കൂടി ചെയ്തിട്ട് ഓണത്തിന് പക്ഷെ ഞാൻ കഴിക്കും. ഓണത്തിന് എനിക്ക് കഴിച്ചേ പറ്റൂ. പായസം എല്ലാവരും നടക്കൂല. ഒരു തുള്ളി, അതായത് ഓണത്തിന് എല്ലാ സ്ഥലത്തും പോയിട്ട് കഴിക്കണം എന്നുള്ളതല്ല. എവിടെ നിന്നാണോ നമ്മൾ ആഘോഷിക്കുന്നത് ആ സ്ഥലത്ത് നിന്ന് ഒരു തവണ മാത്രം ഉള്ളതിൽ പായസം കുടിക്കുക. അത് മാത്രമേ ഞാൻ ആലോചിക്കുന്നുള്ളൂ. പായസം മിസ് ചെയ്യാൻ പറ്റൂല. ഓണത്തിന് എപ്പോഴെങ്കിലും കിട്ടുന്നില്ലേ, അത് മാത്രം. അല്ലാത്ത ബാക്കിയുള്ള കാര്യത്തിലുള്ള പ്രോസസ്ഡ് ഷുഗർ ആയിട്ടുള്ള സാധനങ്ങളോ പിന്നെ എണ്ണക്കടികൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി നോക്കുന്ന. അല്ലാണ്ട് ഭക്ഷണം സ്കിപ്പ് ചെയ്തിട്ടുള്ള പരിപാടി നോട്ട് ഗുഡ്. നോട്ട് ഗുഡ് എന്ന് വെച്ചാൽ നോട്ട് ഗുഡ്. അപ്പൊ ഗൈസ് ഞാൻ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാൻ പോട്ടെ, അല്ലെങ്കിൽ എനിക്ക് തീരെ വയ്യ. നമുക്ക് നാളെ കാണാം.